വെൽക്കം ബാക്ക് ടു ഹ്യൂമൻസ് ഓണർ. ഞാൻ എന്റെ ജോലി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. അപ്പൊ ഞാൻ നോക്കിയപ്പോ എന്റെ കഴിഞ്ഞ കുറെ വീഡിയോസിന്റെ അടിയിൽ കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറെ DM ചെയ്ത് കുറെ പേര് ഡൗട്ട്സ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് പെട്ടെന്ന് ക്ലിയർ ചെയ്യാന്ന്. അപ്പൊ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം. ഇപ്പോ കഴിഞ്ഞ വീഡിയോസിൽ കുറെ പേര് ഡൗട്ട്സ് ചോദിച്ചിട്ടുള്ളത് കുറെ കോളേജസിനെ കുറിച്ച്, അവർ അഡ്മിഷൻ എടുത്ത കോളേജുകളെ കുറിച്ചായിരിക്കണം. കുറെ ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ട്. അപ്പം എന്നെ കൊണ്ട് പറ്റും, ഞാൻ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്കൊക്കെ ഞാൻ അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് കോളേജസിനെ കുറിച്ച് എനിക്ക് ഒന്ന് സെർച്ച് ചെയ്യേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഡിലേ ആയത്. ഇനിയും കുറച്ച് ഡൗട്ട്സുകളൊക്കെ അതിനെ ക്ലിയർ ചെയ്യാനുണ്ട്. അപ്പൊ ഞാൻ അതൊക്കെ എനിക്കിന്ന് പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലാം ക്ലാരിഫൈ ചെയ്ത് തരാം. പിന്നെ എനിക്ക് വന്നിരിക്കുന്ന ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന ഒരു ഡൗട്ടാണ്, അതായത് നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന നഴ്സിംഗ് കോളേജിന് സ്വന്തമായിട്ട് ഓൺ ഹോസ്പിറ്റൽ വേണമെന്നുള്ളത്. അപ്പൊ അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, എന്റെ സ്വന്തമായിട്ടുള്ള ഒരു ഒപ്പീനിയൻ ആണ്. നിങ്ങൾക്ക് ചിലപ്പം ബാക്കിയുള്ളവർക്ക് പല പല അഭിപ്രായങ്ങൾ ഉണ്ടാവും. പക്ഷെ എന്റെ സ്വന്തം ഒപ്പീനിയനിൽ നിന്ന്, അല്ലെങ്കിൽ ഞാൻ പഠിച്ച ഒരു എക്സ്പീരിയൻസിൽ നിന്ന് പറയാണ്. അതായത് ഞാൻ പഠിച്ച കോളേജ് സ്വന്തമായിട്ട് ഹോസ്പിറ്റലുള്ള കോളേജാണ്. അപ്പോ എനിക്ക് അവിടെ ക്ലിനിക്കൽ പോസ്റ്റിങ്ങിന് പോകുമ്പോൾ അധികം ഒന്നും പഠിക്കാൻ പറ്റിയിട്ടില്ല. പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് അധികം പഠിക്കാൻ പറ്റിയിട്ടില്ല. അതിന് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പഠിച്ച കോളേജിന്റെ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക സ്വന്തമായിട്ട് ഹോസ്പിറ്റലുള്ള കോളേജസ് എന്ന് പറയുമ്പോൾ അവിടെ വരുന്നത് VIP പേഷ്യൻസ് ആയിരിക്കും. അപ്പം സ്റ്റുഡൻസിനെ കൊണ്ട് ഒബ്വിയസ്ലി അവർ പണി എടുപ്പിക്കില്ല. അതായത് നമുക്ക് ഒബ്സർവേഷനിൽ നിന്ന് നമുക്ക് എല്ലാ പണികളും നമുക്ക് കണ്ടു പഠിക്കാനേ പറ്റത്തുള്ളൂ. അത് നമുക്ക് ചെയ്ത് പഠിക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് എത്രത്തോളം കണ്ടു പഠിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു ഡ്രോബാക്ക് ഉണ്ട് സ്വന്തം ഹോസ്പിറ്റലുള്ള കോളേജിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷേ എന്താണ്, നമുക്ക് ക്ലിനിക്കൽ പോസ്റ്റിങ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ സ്വന്തം ഹോസ്പിറ്റൽ തന്നെ വേണം. അത് മാത്രമല്ല, അല്ലാതെ എന്താണ്, ബാക്കിയുള്ള വലിയ വലിയ ഹോസ്പിറ്റലിലേക്ക് ക്ലിനിക്കൽ പോസ്റ്റിങ്ങിന് വിട്ട് പഠിപ്പിക്കുന്ന കോളേജസും ഉണ്ട്. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്യുമ്പം മെയിൻലി നമ്മൾ ക്ലിനിക്കൽ പോസ്റ്റിങ്സ് കറക്റ്റ് ആയിട്ട് കൊടുക്കുന്ന കോളേജസിന് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. അതിന് നമുക്ക് ഓൺ ഹോസ്പിറ്റൽ തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. കറക്റ്റ് ആയിട്ട് ക്ലിനിക്കൽ പോസ്റ്റിങ്സ് കൊടുക്കുന്നുണ്ടോ അത് നോക്കി നമ്മൾ സെലക്ട് ചെയ്യാം. പിന്നെ ഞാൻ ഇപ്പൊ പറഞ്ഞത് മെഡിക്കൽ കോളേജസിനെ കുറിച്ചിട്ടല്ല. നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള മെഡിക്കൽ കോളേജസുകളാണെങ്കിൽ അതിനെക്കുറിച്ച് ഒന്നും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്തായാലും ക്ലിനിക്കൽ പോസ്റ്റിങ്സ് കിട്ടും. അപ്പോൾ നമ്മൾ ഒരു കോളേജ് സെലക്ട് ചെയ്യുമ്പം സ്വന്തം ഹോസ്പിറ്റൽ ഇല്ലെങ്കിലും അതൊരു പ്രശ്നമല്ല. നമ്മൾ കറക്റ്റ് ആയിട്ട് ക്ലിനിക്കൽ പോസ്റ്റിങ്സ് കൊടുക്കുന്നുണ്ടോ ഇല്ലേ, അതാണ് നമ്മൾ നോക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് തിങ്. പിന്നെ എനിക്ക് അടുത്ത് വന്നിരിക്കുന്ന ഒരു ഡൗട്ടാണ്, അതായത് ഈ മെഡിക്കൽ കോളേജസും സാധാ കോളേജ് ഓഫ് നഴ്സിംഗ് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. അതായത് ഈ മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ അവിടെ MBBS, BDS, നഴ്സിംഗ് കോഴ്സസ്, പിന്നെ പാരാമെഡിക്കൽ കോഴ്സസ്, അലൈഡ് കോഴ്സസ്, അങ്ങനെ ഡിഫറെന്റ് കോഴ്സസ് ഉള്ള ഒരു സ്ഥലമാണ് മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ. പക്ഷെ കോളേജ് ഓഫ് നഴ്സിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നഴ്സിംഗ് മാത്രമായിരിക്കും അവിടെ സ്പെഷ്യലൈസ് ചെയ്യുന്നത്. അപ്പോ ഉള്ള മെയിൻ ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മെഡിക്കൽ കോളേജിൽ നമുക്ക് കൂടുതൽ എക്സ്പോഷർ കിട്ടും. അതായത് നമ്പർ ഓഫ് ബെഡ് മെഡിക്കൽ കോളേജിൽ കൂടുതലാണ്. അപ്പൊ നമുക്ക് കൂടുതൽ എക്സ്പോഷർ ആയിരിക്കും മെഡിക്കൽ കോളേജിൽ കിട്ടാം. കമ്പാരറ്റീവ്ലി നമ്മൾ മെഡിക്കൽ കോളേജും കോളേജ് ഓഫ് നഴ്സിംഗും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഈ മെഡിക്കൽ കോളേജിൽ കിട്ടുന്ന അത്രയും എക്സ്പോഷർ നമുക്ക് കോളേജ് ഓഫ് നഴ്സിംഗിൽ കിട്ടില്ല. അതാണ് മെയിൻ ഡിഫറൻസ്. പിന്നെ എനിക്ക് കമന്റ്സിലാണെങ്കിലും അതുപോലെ തന്നെ DM-ലാണെങ്കിലും കുറെ പേര് കുറെ കോളേജുകളുടെ പേര് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഇത് നല്ലതാണോ, എല്ലാ അഫിലിയേഷൻസും ഉണ്ടോ, അങ്ങനെയൊക്കെ കുറെ ഡൗട്ട്സ് വെച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് കോമൺ ആയിട്ട് എല്ലാവരോടും പറയാനുള്ളത്, അതായത് നമ്മൾ കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ, അതായത് നിങ്ങൾക്ക് ഇപ്പൊ ഏജൻസികളായിരിക്കും ഓരോ കോളേജസിനെ കുറിച്ച് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് നോക്കുക. അതായത് ഇപ്പൊ ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് കുറെ ദൂരം ഉണ്ടോ, നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന കോളേജ് കുറെ ദൂരം ഉണ്ടോ നോക്കുക. അതായത് നമുക്കിപ്പോ മജസ്റ്റിക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു 25 കിലോമീറ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ അതൊക്കെ ഓക്കെയാണ്, നമുക്കത് അഡ്ജസ്റ്റബിൾ ആണ്. പക്ഷേ എൻ്റെ അടുത്ത് ഫോർ എക്സാമ്പിൾ എൻ്റെ അടുത്ത് വന്നിരിക്കുന്ന ഒരു ഡൗട്ടാണ്, ചിത്രദുർഗയിലുള്ളൊരു കോളേജിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് 2-3 കുട്ടികള്. ഞാൻ പറയുകയാണെങ്കിൽ ഈ ചിത്രദുർഗ എന്ന് പറയുമ്പോൾ ബാംഗ്ലൂരേ അല്ല, അത് കർണാടകയുടെ ഒരു അറ്റത്താണ് ആ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോ അത്രയും ദൂരത്തൊക്കെ പോവാൻ തന്നെ നമുക്ക് ഭയങ്കര ട്രാവലിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. അതേപോലെ തന്നെ തുംകൂർ പക്ഷെ ചിത്രദുർഗ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തുംകൂർ ഓക്കെയാണ്.
പക്ഷെ അത്ര ദൂരത്തേക്കൊന്നും പോവാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. അത്രയും ദൂരത്തേക്കുള്ള കോളേജുകളൊക്കെ സെലക്ട് ചെയ്യാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇനി എന്ത് ഡൗട്ട്സ് വന്നാലും, അതായത് നിങ്ങളിപ്പം അഡ്മിഷൻ എടുത്ത കോളേജസിനെ കുറിച്ചിട്ടുള്ള ഡൗട്ടുകളാണെങ്കിലും, അതേപോലെ തന്നെ അഡ്മിഷൻ ആയിട്ടുള്ള എൻക്വയറീസ് ആണെങ്കിലും, അഡ്മിഷൻ അസിസ്റ്റൻസിനാണെങ്കിലും, അതേപോലെ തന്നെ നിങ്ങളിപ്പം അഡ്മിഷൻ എടുത്ത കോളേജിൽ എന്തെങ്കിലും ഇപ്പൊ ഡിസ്റ്റൻസ് ഒക്കെ അറിയണമെങ്കിലും, എന്ത് ഡൗട്ട്സ് ആണെങ്കിലും ഫീൽ ഫ്രീ ടു ആസ്ക് എനിത്തിങ്. ഓക്കെ, അപ്പം എല്ലാം കമന്റ് ബോക്സിൽ കൂടെ നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഞാൻ എൻ്റെ മാക്സിമം കഴിവതും ഞാൻ എല്ലാം ക്ലാരിഫൈ ചെയ്ത് തരാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ ഓക്കെ, ഇറ്റ്സ് മീ ഹ്യൂമൻ സോണ സൈനിങ് ഓഫ്. ബൈ.